Let's make son papdi. Son papdi. Bah. ലത എത്തുത്തുമ്പോൾ നമ്മുടെ സ്വന്തം പഞ്ഞിമിഠായി. ഒരു പത്തിലേക്ക് ഒരു സ്പൂൺ നെയ്യും 1/2 ഗ്ലാസ് കടലമാവും 1 ഗ്ലാസ് മൈദപ്പൊടിയും ഇച്ചിരി ഏലക്കപ്പൊടി ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കുക ഒരു പ്ലേറ്റിൽ കേട്ടോ. ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാരയും 1/2 ഗ്ലാസ് വെള്ളം 1/2 ലെമൺ ജ്യൂസും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുറുക്കിത് ഇതുപോലെ ഒരു കാപ്പി കളറാവുന്നവരട്ടെ. ഇത് നമ്മുടെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരണം, അതാണ് അതിൻ്റെ പാകം. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് തടവിയിട്ട് ഇത് അതിലേക്ക് ഒഴിക്കാം. ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. കയ്യൊക്കെ പൊള്ളും, അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, നമുക്ക് പഞ്ഞിമിഠായി തിന്നണ്ടേ. ഇത് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടി ചൂടാറിയിട്ട് ഇതുപോലെ വലിച്ച് നീട്ടി 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 ഇതുപോലെ ആക്കുക. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, ചെയ്ത പൊടിയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നീട്ടി 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 പഞ്ഞിമിഠായി പരുവാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടണില്ല. ഞാനിങ്ങനെ ഒന്നല്ല വിചാരിച്ചത്. ഇത് ഒരിച്ചിരി വായിലിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്നു. നമ്മുടെ പഞ്ഞിമിഠായി ഇങ്ങനെയൊന്നും അല്ലല്ലോ. വലിച്ച് നീട്ടി ഷൈനിങ് യെല്ലോ കളറാവുന്നവരെ വലിക്കണമായിരുന്നു. എന്നിട്ട് വേണം പൊടിയിലിടാൻ.